കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ ഞങ്ങൾ ആലോചിക്കും. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ആലോചിക്കും. നാളെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് തന്നെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിചാരിക്കും, നമ്മൾ ക്രമീകരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ആലോചിക്കും. അല്ല, നിർബന്ധമായും ഈ സമയക്രമം പാലിക്കണം. ഇവിടെ ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് എത്തുന്ന ഭക്തർ ഒന്നുകിൽ നേരത്തെ വരുന്നു, ഇല്ലെങ്കിൽ താമസിച്ച് വരുന്നു. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് പറയാനുള്ളത്, കൃത്യമായ സമയക്രമം അത് പാലിച്ച് ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ വരണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത്. എങ്കിൽ മാത്രമേ സുഗമമായ ദർശനം സാധ്യമാവുകയുള്ളൂ. താമസിച്ച് വന്നാൽ നമുക്ക് വൈകുന്നൊരു കാലാവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഭക്തജനങ്ങൾ കൃത്യമായി അവർക്ക് നൽകിയിട്ടുള്ള ടൈം സ്ലോട്ട്, ആ ടൈം സ്ലോട്ട് അനുസരിച്ച് വരാൻ ശ്രമിച്ചാൽ മാത്രമേ സുഗമമായ ദർശനം നമുക്ക് സാധ്യമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ പോലീസിന് അവരുടെ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഒരു സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ആലോചിക്കാം. അത് പോലീസുമായും കൂടി ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് പോലീസും കൂടെ ആലോചിച്ച് എന്തെങ്കിലും തീരുമാനം മാറ്റേണ്ടതുണ്ടെങ്കിൽ പോലീസുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കും. AGP പറഞ്ഞതുപോലെ സമയക്ലിപ്തത അത് പ്രധാന പ്രശ്നം തന്നെയാണ്. കാരണം ഒരാൾ ഒരു ദിവസം നേരത്തെ വരിക അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വരിക, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്കൊരു പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ തത്സമയ ബുക്കിംഗ് കൂടെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവർക്ക് നൽകിയിട്ടുള്ള ടൈം സ്ലോട്ട് അനുസരിച്ച് വന്നാൽ പരമാവധി പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാകും. അതുകൊണ്ട് കൃത്യമായ സമയക്രമത്തിൽ വരാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല ചില പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ എല്ലാവരും ഒരുമിച്ച് സമയം തെറ്റിച്ച് വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലീസിന് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി സമയം അവർക്ക് നൽകിയിരിക്കുന്ന സമയം പാലിച്ചുകൊണ്ട് മുന്നോട്ട് വരിക.